പ്രിയമുള്ളവരെ, വളരെ സവിശേഷമായ വർത്തമാന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മലയാള ഭാഷയിൽ ദുഃഖവെള്ളി എന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നും അറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും പ്രബല മതസമൂഹമായ ഏതാണ്ട് 400 കോടിയോളം മനുഷ്യർ വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ ഈസ ബിൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട അവസാന നിമിഷങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന സമയമാണിത്. മറ്റൊരു ഭാഗത്ത് നാം വളരെ നിർണായകം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് എത്തി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ട സന്ദർഭമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങൾ ഏതായിരുന്നാലും സുദീർഘമായി പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിരന്തരം നാം ഓരോരുത്തരും നാം നിലകൊള്ളുന്ന പ്രാദേശികമായ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും ഓരോ പാർട്ടികളും പ്രസ്ഥാനങ്ങളും പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികകളും അതിന്റെ ഭാവിയും കഴിഞ്ഞ കാലങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വിലയിരുത്താൻ ശേഷിയും കഴിവുമുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ളവരാണ് എൻ്റെ മുമ്പിലുള്ള സഹോദരങ്ങൾ. എന്നിരുന്നാൽ തന്നെയും വളരെ ലളിതമായി 1-2 സംഗതികൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ മനുഷ്യരെ സംവിധാനിച്ചിട്ടുള്ളത് ഒരു സാമൂഹ്യ ഘടനയിലാണ്. സാമൂഹ്യ ഘടനയിൽ എല്ലാ വിഷയങ്ങളിലും ഒരു നേതൃത്വവും അധികാരവും ഭരണകൂടവും ഭരണീയരും എല്ലാ സമൂഹത്തിലും ഉണ്ടാകും. അത് ഒരു സൗഹൃദം നിലനിൽക്കുന്ന ഒരു ചെറുസംഘത്തിന്റെ ഇടയിലായാലും നമ്മുടെ വീടുകളിലായാലും പ്രാദേശികമായ കൊച്ചു കൊച്ചു സംഘങ്ങളിലും സാംസ്കാരിക സംഘങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളിലായാലും രാഷ്ട്ര സംവിധാനത്തിലായാലും അങ്ങനെ തന്നെയാണ്. 3 ആളുകൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ ആ 3 പേരിൽ ഒരു വ്യക്തിയെ നിങ്ങൾ അമീറാക്കിക്കൊണ്ടായിരിക്കണം യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഒരു നേതൃപദവി നൽകിക്കൊണ്ടായിരിക്കണം നിങ്ങൾ യാത്ര തുടരേണ്ടത് എന്നതാണ് ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അഥവാ ഒരു സംഘബോധത്തോടു കൂടിയല്ലാതെ സംഘടിതമായ ഒരു ഇടപെടലോട് കൂടിയിട്ടല്ലാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. അതിന്റെ എല്ലാ വിശദാംശങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഏറ്റവും ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. അതിനെ നാമൊക്കെ വിലയിരുത്തുന്ന പദപ്രയോഗം തന്നെ പൗരന്റെ രാജാധികാരം എന്നാണ്. ഓരോ പൗരനും അവന്റെ രാജാധികാരം വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ വിനിയോഗിക്കുന്ന അധികാരത്തിന്റെ പിന്നിലെ രാജാവ് പൗരനാണ് എന്ന് ചുരുക്കം. അപ്പൊ എന്തിനു വേണ്ടിയാണ് നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത് എന്നും ഏതെല്ലാം മാനദണ്ഡങ്ങളാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വം അധികാരത്തിലേറിയാൽ അവരാൽ ഭരിക്കപ്പെടുന്ന ആളുകൾക്ക് മേൽ സ്വീകരിക്കേണ്ടത് എന്നും വളരെ കൃത്യമായ ഒരു ധാരണയുണ്ടാകണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകിയത് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സ്വത്തിനും മനുഷ്യന്റെ അഭിമാനത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടാകണം. ഇത് ഏത് രാഷ്ട്രത്തിന്റെയും ഏത് സമൂഹത്തിന്റെയും അധികാരത്തിന്റെ നിലനിൽപ്പിന്റെ അടിത്തറയാണ്. മനുഷ്യന്റെ ജീവൻ പവിത്രമാണ്.
മനുഷ്യന്റെ സമ്പത്ത് പവിത്രമാണ്, മനുഷ്യന്റെ അഭിമാനം പവിത്രമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ഈ ഒരു മാനവിക കാഴ്ചപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ ഏത് അധികാരത്തിലേക്ക് വരുന്ന ഏത് രാഷ്ട്രീയവുമായി കൊള്ളട്ടെ അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും ചുരുക്കത്തിലുള്ള വസ്തുത എന്ന് പറയും. മനുഷ്യന്റെ ക്ഷേമം, മനുഷ്യർക്കിടയിൽ നീതി സ്ഥാപിക്കപ്പെടണം. മനുഷ്യരുടെ ക്ഷേമവും നീതി സ്ഥാപിക്കപ്പെടുകയും ചെയ്യുക എന്ന സാമൂഹിക ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് കടന്നു വരണം എന്ന ഞാനീ പറഞ്ഞ മൂല്യവത്തായ വസ്തുതകളിൽ മനുഷ്യന്റെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, മനുഷ്യന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും നീതിക്കും ക്ഷേമത്തിനും വിലങ്ങുതടിയായി മാറുന്നുണ്ടെങ്കിൽ, വെല്ലുവിളിയായി മാറുന്നുണ്ടെങ്കിൽ, ആ ശക്തികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നാം വിനിയോഗിക്കുന്ന രാജാധികാരത്തിന്റെ ചൂണ്ടുവിരൽ പതിക്കുന്നതിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. ആ വിഷയം ഞാൻ അവിടെ നിർത്തുകയാണ്. എന്റെ മുന്നിലിരിക്കുന്ന പ്രബുദ്ധമായ രാഷ്ട്രീയ സാക്ഷരതയുള്ളവരാണ് എന്നതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ ഓതിവെച്ച സൂക്തം. ലോകത്തെ ഏറ്റവും പ്രബലമായ ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ 25 സ്ഥലങ്ങളിൽ പേര് പരാമർശിക്കപ്പെട്ട ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്നോ രണ്ടോ ഇടങ്ങളിലല്ല, 25 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പരാമർശിച്ചിട്ടുണ്ട്. ആ പേര് പരാമർശിച്ചതിൽ തന്നെയുള്ള സവിശേഷത ഈസാ ഇബ്നു മറിയം അഥവാ മറിയം എന്ന് പറയുന്ന മാതാവിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ലോകത്തെ അത്ഭുതകരമായ മൂന്നാമത്തെ ജനനം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ്. ഒന്നാമത്തെ അത്ഭുതകരമായ ജനനം ആദം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടാമത്തേത് ഹവ്വയുടേതാണ്, മൂന്നാമത്തേത് പിതാവില്ലാതെ ഒരു മാതാവിലൂടെ മാത്രം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക സ്ത്രീ ജനതയുടെ നേതൃത്വമാണ് എന്ന്, വിശുദ്ധയാണ് എന്ന് പ്രഖ്യാപിച്ച മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയതാണ്. അത് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ അമാനുഷികതകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശന കവാടവുമാണ്. പിതാവില്ലാതെ ജനിക്കുന്നു. പിതാവില്ലാതെ ജനിക്കുക എന്ന് മാത്രമല്ല, തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നു, കുഴിമാടങ്ങളിലുള്ളവരോട് സംസാരിക്കുന്നു, അന്ധന്റെയും വെള്ളപ്പാണ്ട് രോഗിയുടെയും അസുഖത്തിന് ശമനമുണ്ടാക്കി കൊടുക്കുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വരുന്ന ആളുകൾ എന്ത് ഭക്ഷണമാണ് അവർ കഴിച്ചിട്ടുള്ളത് എന്നും എന്ത് ഭക്ഷണമാണ് അവർ വീടുകളിൽ ബാക്കി വെച്ചിട്ടുള്ളത് എന്നും അവരുടെ മുമ്പിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. വ്യത്യസ്തമായ സമയങ്ങളിലാണ്, ഒറ്റയടിക്കല്ല. ഒരുപാട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷിയെ ഊതി പറപ്പിക്കുന്നുണ്ട്, ജീവൻ നൽകുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഈ വ്യത്യസ്തമായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ എന്ന് പ്രസ്താവിച്ച ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസാന സന്ദർഭങ്ങളും ചരിത്രപരമായി ഏറ്റവും സവിശേഷതയുള്ളതാണ്. ഈസാ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റിയിരിക്കുന്നു, വധിച്ചിരിക്കുന്നു എന്നതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ തർക്കവിതർക്കങ്ങളോടുകൂടി തന്നെ അവർ ഉൾക്കൊള്ളുന്ന ഒരു വിഷയം. എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുരിശുമരണം ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന സംഗതിയല്ല. പക്ഷെ ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനം ഖൗലിഹിം, അവരുടെ വർത്തമാനമുണ്ട്. ഇന്നാ ഖതൽനൽ മസീഹ ഈസാ ഇബ്നു മറിയം, ഞങ്ങൾ ഈസാ ഇബ്നു മറിയമിനെ വധിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്.
അവരുടെ വാദഗതി അങ്ങനെയാണ്, ഞങ്ങൾ ഈസബിന് മറിയമിനെ വധിച്ചിരിക്കുന്നു, റസൂൽ അള്ളാഹുവിന്റെ ദൂതനായ ഈസബിന് മറിയമിനെ ഞങ്ങൾ വധിച്ചു, അദ്ദേഹത്തെ ഞങ്ങൾ കുരിശിൽ തറച്ചു. ആ സന്ദർഭത്തെ വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവരദ്ദേഹത്തെ വധിച്ചിട്ടുമില്ല, അവരദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവരുടെ മുമ്പിൽ ഒരു സാദൃശ്യമുള്ളതാക്കി അള്ളാഹു കാണിച്ചു കൊടുത്തു. ചരിത്രം പല രീതിയിൽ അതിനെ വിലയിരുത്തുന്നുണ്ട്. പല രീതിയിൽ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെസഹ വ്യാഴം എന്നത് അവരാഘോഷിക്കുന്നതും അങ്ങനെയാണല്ലോ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്കന്ദരിയോസ് യൂദ എന്ന് പറയുന്ന തന്റെ സഹചാരിയായിരുന്ന മനുഷ്യൻ ഒറ്റുകൊടുക്കുകയാണ്. 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു എന്നാണല്ലോ. ആ ഒറ്റുകൊടുത്ത മനുഷ്യൻ റോമൻ പട്ടാളക്കാർക്ക് ഞാൻ ആരാണ് ഈസ എന്ന് ഞാൻ കാണിച്ചു തരാം, അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്കന്ദരിയോസ് യൂദാസിന്റെ പുറകെ റോമൻ പട്ടാളക്കാർ യാത്ര ചെയ്യുന്നു എന്നാണ്. അവസാനം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുടിലെത്തിയപ്പോൾ ആ കുടിലിനകത്ത് ഈസ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ട് വരാമെന്ന് യൂദാസ് പറഞ്ഞു എന്നും, അകത്ത് കയറി യൂദാസ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അതിനകത്ത് ഈസ ഇല്ല എന്ന് പട്ടാളക്കാരോട് പറഞ്ഞു എന്നുമാണ്. പക്ഷെ അത് പറയുന്ന ഘട്ടത്തിൽ ഇസ്കന്ദരിയോസ് യൂദാസിന്റെ ശരീരപ്രകൃതി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതുപോലെ വലാകിൻ ശുബ്ബിഹ ലഹും, അങ്ങനെയും ഒരു വിശദീകരണമുണ്ട്. അവർക്ക് സാദൃശ്യമുള്ളതാക്കി കൊടുത്തു. അങ്ങനെ ഇസ്കന്ദരിയോസ് യൂദാസിനെയാണ് അവർ കുരിശിൽ തറച്ചത് എന്നതാണ് ഒരു വാദം. അതവിടെ നിൽക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തായിരുന്നാലും അവർ അദ്ദേഹത്തെ കുരിശിലും തറച്ചിട്ടില്ല, വധിച്ചിട്ടുമില്ല. വൈനല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൻ. ഈ കുരിശിൽ തറച്ചു വധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഒരു തെളിവും അവരുടെ കൈവശമില്ല. കേവലം ഊഹാപോഹങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് അവർ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും അവരദ്ദേഹത്തെ വധിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ വർത്തമാനം. ഉറപ്പായിട്ടും അവരദ്ദേഹത്തെ വധിച്ചിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നു, അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല യുക്തിജ്ഞനും പ്രതാപവാനുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ഉയർത്തിയ അഥവാ അദ്ദേഹത്തിന്റെ ജനനം എത്രമാത്രം അത്ഭുതകരമായിരുന്നുവോ അതിനേക്കാൾ അത്ഭുതകരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തിയെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഈ വർത്തമാനം. പിതാവില്ലാതെ ജനിച്ചു, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്നതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അവർക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഒരു ഘട്ടത്തിൽ അപ്രത്യക്ഷനാകുന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യൻ, അവരോടൊപ്പം ഇടപഴകിയിരുന്ന, അവരോട് നിരന്തരം സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തിരുന്ന പ്രവാചകനാണ് ഒരു ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു. ഇത് ഒരു വലിയ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, ഈ ചരിത്രമൊക്കെ പല ഘട്ടങ്ങളിലൂടെ ഞാനും നിങ്ങളും കേട്ടതും മനസ്സിലാക്കിയതും പല വിശദാംശങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു പാഠം, ലോകത്ത് 400 കോടിയോളം വരുന്ന ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്ന ഈസബിന് മറിയം എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഉലുൽ അസ്മുകളായ സവിശേഷമായ അല്ലാഹു തെരഞ്ഞെടുത്ത വേദഗ്രന്ഥം നൽകിയതിലൂടെ പരിഗണിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അല്ലാഹ് തന്നെയാണ്, മസീഹ് ഇബ്നു മറിയം തന്നെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞ നിഷേധികളായ ആളുകളുണ്ട്. പക്ഷേ വഖാലൽ മസീഹ്, ഈ ഈസ ഇബ്നു മറിയം അവരോട് പറഞ്ഞത് ഇതാണ്. അതിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഈ സമുദായത്തോട്, ഈ സമൂഹത്തോട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്ന്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിൽ ജീവിച്ചപ്പോ ആ സമൂഹത്തോട് പറഞ്ഞു വെച്ച ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം, യാ ബനി ഇസ്രായീൽ, അല്ലയോ ബനി ഇസ്രായേലരെ, ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്നാണ്. എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്റെ റബ്ബായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നല്ല അദ്ദേഹം വിളിച്ചത്. ഏത് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും
ആ പ്രവാചകന്മാരൊക്കെ അവരുടെ സമൂഹത്തോട് പറയുന്ന വർത്തമാനം നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് വാ എന്നല്ല, എന്റെ റബ്ബായ അള്ളാഹുവിലേക്ക് വാ എന്നല്ല, എന്റെയും നിങ്ങളുടെയും റബ്ബായ. അവിടെ ഒരു പൊതുവായ ഒരു ഏകീകൃതമായ ഒരു അഭിപ്രായമുണ്ട്. അവിടെ ഞാൻ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു റബ്ബിലേക്കല്ല, എന്റെ റബ്ബ് എന്ന് പറയാൻ മാത്രം സങ്കുചിതമായ കാഴ്ചപ്പാടുള്ളവനല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു തലത്തിൽ നിൽക്കുന്നവരുമല്ല. മറിച്ച് എന്റെയും നിങ്ങളുടെയും റബ്ബ് എന്ന് പറയാവുന്ന ഏകനായ അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇതാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്ന് മാത്രമല്ല, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങളെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധനാ മൂർത്തികളെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത മറ്റ് ശക്തികളുടെ മുമ്പിൽ പ്രാർത്ഥനകളും നേർച്ചകളും സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ. അവന്റെ സങ്കേതം നരകം തന്നെയാണ് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പിച്ച് പറയുന്ന ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പറയുകയാണ്. അവർക്ക് പിന്നെ ഒരു സഹായം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഏകനായ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിലേക്ക് നിങ്ങൾ വരിക. ഇവര് പറഞ്ഞ വർത്തമാനമാകട്ടെ, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അള്ളാഹ് എന്ന് പറയുന്നത് മൂന്നിലൊന്നാണ്. മൂന്നിലൊന്ന് അള്ളയാണ്, മൂന്നിൽ രണ്ടാമത്തേത് ഈസാ അലൈഹിസ്സലാം. അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ മകനല്ല. അള്ളാഹുവിന് അങ്ങനെ മകനെ സ്വീകരിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയണമെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഗണ്യതമായി പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾക്ക് അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയണമെങ്കിൽ ഈസയേക്കാൾ മകനാകാൻ യോഗ്യതയുള്ളതാരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമല്ലേ? വാപ്പയും ഉമ്മയും ഇല്ലാതെ ജനിച്ചവനല്ലേ? കളിമണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? അപ്പൊ വാപ്പയില്ല എന്ന ഒരു കാരണം കൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മകനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ അള്ളാഹുവിന്റെ മകനാകാനുള്ള യോഗ്യത ഇന്ന മസല ഈസ ഇന്നല്ലാഹി കമസലി ആദം. അള്ളാഹുവിന്റെ അടുക്കൽ ഈസയുടെ ഉദാഹരണം ആദമിന്റേതുപോലെ തന്നെ, അത്രയേ ഉള്ളൂ. വാപ്പയും ഉമ്മയും ഇല്ലാതെ ജനിച്ച ആദം, അത്രയേ പിതാവില്ലാതെ ജനിച്ച ഈസയുടെ കാര്യത്തിലും അള്ളാഹുവിന്റെ അടുക്കലുള്ളൂ. അതിനപ്പുറം നിങ്ങൾ അള്ളാഹുവിന്റെ മകനാണ് എന്നൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. യഹൂദികൾ പറഞ്ഞ പോലെ അക്കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് യഹൂദികൾ. വഖാലത്തിൻ നസാറ, നസാറാക്കൾ പറഞ്ഞത് അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. ഈ വർത്തമാനങ്ങൾ എല്ലാത്തിനെയും വിശുദ്ധ ഖുർആൻ നിരാകരിക്കുകയാണ്. ഈ വർത്തമാനങ്ങൾ എല്ലാത്തിനെയും നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിലൂടെ പരിചയപ്പെടുത്തിയത് വൈദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ, അല്ലയോ ബനി ഇസ്രായേലിനെ വളരെ മനോഹരമായി തന്റെ സമൂഹത്തെ അദ്ദേഹം വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിയുന്ന അത്ഭുതകരമായ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ആകെ പേര് പരാമർശിക്കപ്പെട്ടത് ഒരേ ഒരു സ്ത്രീയുടേത് മാത്രമാണ്. നമ്മൾ മറിയം എന്ന് വിളിക്കുന്ന, അവർ മേരി എന്ന് വിളിക്കുന്ന മറിയമിന്റെ പേരിലാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അങ്ങനെയാണ്. ആ അധ്യായത്തിൽ ഉടനീളം ഈ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപിടി പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവര് നാം യൂനസ് എന്ന് പറയുമ്പോൾ അവർ ജോൺ എന്ന് പറയുന്നു. നാം ജിബ്രീൽ എന്ന് പറയുമ്പോൾ അവർ ഗബ്രിയേൽ എന്ന് പറയുന്നു. നാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അവർ അബ്രഹാം എന്ന് പറയുന്നു. നാം യൂസഫ് എന്ന് പറയുമ്പോൾ അവർ ജോസഫ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ഭാഷാപരമായ ചില വ്യത്യാസങ്ങളാണ്. ആ ഭാഷാപരമായ വ്യത്യാസങ്ങൾക്കപ്പുറം പരസ്പരം ഇഴകിച്ചേർന്ന് നിൽക്കുന്ന വിശ്വാസത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ധാരയാണ് ഇവിടെ സൂറത്തു സഫില് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അല്ലയോ ബനി ഇസ്രായേലരെ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും,
ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്. എനിക്ക് മുൻപ് വന്ന മൂസ എന്ന് പറയുന്ന പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ മുസദ്ദിഖൻ, ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു. ഞാൻ അതിനെ നിരാകരിക്കാനോ തള്ളിക്കളയാനോ അത് വേണ്ട എന്ന് പറയാനോ വന്നവനല്ല. ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഒപ്പം ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം എനിക്ക് മുൻപേ അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ, തോറ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ ഞാൻ സത്യപ്പെടുത്തുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, സത്യപ്പെടുത്തുന്നു. രണ്ടാമത്തെ പദപ്രയോഗം മുബശ്ശിറൻ, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ കൂടിയാണ്. എന്തിനെ കുറിച്ചാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്? ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്. എനിക്ക് മുമ്പ് വന്ന മൂസയുടെ വേദഗ്രന്ഥത്തെ ഞാൻ സത്യപ്പെടുത്തുന്നു. എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അങ്ങനെ ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകൻ കടന്നു വരുന്നിടത്ത് അള്ളാഹുവിന്റെ ദീൻ നിങ്ങളുടെ മുമ്പിൽ പൂർണ്ണമാകും. അപ്പൊ നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു യാത്രയുടെ ഘട്ടത്തിലാണ്. ആ യാത്ര അവിടെ പൂർത്തീകരിച്ചിട്ടില്ല. ആ യാത്രയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രവാചകൻ കൂടി നിങ്ങളിലേക്ക് വരാനുണ്ട്. ആ പ്രവാചകൻ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അഹ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന പേര് വിളിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ എനിക്ക് ശേഷം വരാനുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് നിങ്ങളോട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ അധ്യാപനങ്ങൾ അറിയുന്ന സമൂഹത്തിൽ പിന്നീട് ഈ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട് ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല എന്നവർ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം, എന്നല്ല ലോകത്തെ ഏറ്റവും പ്രബലരായ 400 കോടിയോളം വരുന്ന സമൂഹം, അതിൽ ഒരുപാട് വൈജാത്യങ്ങളും വ്യതിരിക്തതകളും ഉണ്ട്. പക്ഷെ ആ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ വിശ്വസിക്കുന്ന, അവർ ആചരിച്ചുകൊണ്ടിരിക്കുന്ന, അവരംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആരാധനകളുടെയും പിന്നിൽ മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും ഉണ്ട് എന്നതാണ് ചരിത്രം. പക്ഷെ ആ അധ്യാപനങ്ങൾ നമ്മളുമായി ഇടപഴകുന്നിടത്ത് പോലും, നമ്മളുമായി നിരന്തരം ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളോട് പങ്കുവെക്കുന്നിടത്ത് നമ്മുടെ അജ്ഞത പലപ്പോഴും കാരണമായി മാറും. ഞാൻ സൂചിപ്പിച്ചത് പല അവസരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരും. ശരി, ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു? ആ പ്രവാചകൻ ഞങ്ങളുടെയും പ്രവാചകനാണ്. ഞങ്ങളുടെ കൈവശം ഒരു വേദഗ്രന്ഥമുണ്ട്, വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ 25 സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുന്ന ഈ പ്രവാചകനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ അത്ഭുതകരമായ ജനനം മുതൽ ആകാശാരോഹണം വരെയുള്ള ചരിത്രം വിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായി പറയുന്നുണ്ട്. ചിലയിടങ്ങളിൽ ആവശ്യമില്ലാത്തത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ, ഈസാ നബിയുടെ ചരിത്രം ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതും ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുന്ന, വിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ വിസ്മയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില അധ്യാപനങ്ങൾ ഉണ്ടാകും. ആ അധ്യാപനങ്ങൾ ഒരു ക്ലാസ് മുറിയിലിരുന്ന് ക്ലാസ് കേൾക്കുന്നത് പോലെ, പാഠം പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ചിലത് ആ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതാനല്ല, ആ പാഠങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മളിങ്ങനെ വിലയിരുത്താൻ വേണ്ടി. എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അത് ഇത്ര മൂല്യവത്താണ് എന്ന് നമുക്ക് പറയാനാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചരിത്രം, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങൾ ഓരോ കാലഘട്ടത്തെയും മുന്നിൽ വെച്ചുകൊണ്ട്
നാം ഇടപഴകുന്ന സമൂഹത്തിന്റെ ഇടയിൽ പ്രസരിപ്പിക്കാനുള്ള വെളിച്ചത്തിന്റെ കണികകളാണ് നമുക്ക് നൽകുന്നത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.